നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള വാക്പോര് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. ശ്രീജിത്ത് പണിക്കർക്കെതിരെ പരിഹാസവും വിമർശനവും ചൊരിഞ്ഞ കെ സുരേന്ദ്രന് ചുട്ട മറുപടിയും കിട്ടി. സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചുവെന്ന പണിക്കരുടെ ചാനലിലെ പ്രസ്താവനയാണ് സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. സുരേന്ദ്രന് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി. ഒരു ദിവസം പിന്നിട്ടപ്പോൾ പണിക്കർക്ക് മറുപടിയുമായി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണ രംഗത്തെത്തി. ആസ്ഥാന നിരീക്ഷണ പദവിയിലിരുന്ന് അച്ചാരം വാങ്ങിയുള്ള നിരീക്ഷണം അതിരുകടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് യുവമോർച്ച നേതാവിന്റെ മുന്നറിയിപ്പ്. പ്രഫുൽകൃഷ്ണയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: രാഷ്ട്രീയ നിരീക്ഷകന് അഭിപ്രായം പറയാൻ അതിരുകളൊന്നും ഇല്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് തോന്നിയാസവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചാനൽ മുറിയിലിരുന്ന് ഇലക്ഷന് തൊട്ടു മുന്നേ വിളിച്ചു പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പാഴൂർ പട്ടിപ്പര വരെ ഒന്ന് പോകേണ്ട. സുരേഷ് ഗോപിയെ തകർക്കാൻ വലിയ ഗൂഢാലോചന ചില മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്ന കേസ് പോലും ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് വന്നാലും അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ശ്രീ കെ സുരേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ ഈ ഉജ്ജ്വല വിജയം ഞങ്ങൾക്കുണ്ടായതും. കൊടകരയെന്നും നിയമനമെന്നും പറഞ്ഞ് ആക്രമിക്കാൻ വട്ടം കൂടിയവരിൽ നിഷ്പക്ഷ മുഖംമൂടിയിട്ട നിരീക്ഷകരുമുണ്ടായിരുന്നു. ആസ്ഥാന നിരീക്ഷണ പദവിയിലിരുന്ന് അച്ചാരം വാങ്ങിയുള്ള നിരീക്ഷണം അതിരടക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പണിക്കർ ആക്രി നിരീക്ഷകനും കള്ളപ്പണിക്കരുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതിന് പിന്നാലെ ഉള്ളിയുടെ ചിത്രത്തിനൊപ്പം ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ കെ സുരേന്ദ്രന്റെ മറുപടിയുമായി ശ്രീജിത്ത് പണിക്കരും രംഗത്ത് വന്നു. ശ്രീജിത്ത് പണിക്കർക്കെതിരെയുള്ള സുരേന്ദ്രന്റെ വിമർശന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായതിന് പിന്നാലെയായിരുന്നു സുരേന്ദ്രന്റെ മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും എത്തി. നിങ്ങൾ മാത്രമല്ല, ചില ആക്രി നിരീക്ഷകരും ചാനലുകളിൽ വന്നിരുന്ന് പറയുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ തോൽപ്പിക്കാൻ ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചുവെന്ന്. വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന് കള്ളപ്പണിക്കരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നതെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ശ്രീജിത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത്. ഇതിന് മറുപടിയായിട്ടായിരുന്നു ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയത്. മകന്റെ കള്ള നിയമനം, തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നായിരുന്നു ശ്രീജിത്തിന്റെ പരിഹാസം. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ഗണപതി വേട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ള നിയമനം, തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ, നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ 10-1 നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഒരു MP എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ 3 ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ? രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട്. നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും. അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശ് പോകും. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ, സന്തോഷം. ചിത്രം ചെറിയുള്ളി തൊലി വെച്ചത് എന്നുമായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത്.